ഹലോ ഡിയേഴ്സ്, ഇന്ന് വന്നിട്ട് പൊന്നുണ്ണിയുടെ 1.5 വയസ്സിൻ്റെ വാക്സിനേഷൻ എടുക്കാൻ പോവുകയാണ്. കുറച്ച് ഡിലേ ആയി എടുക്കാനായിട്ട്. കാരണം ഇവന് ഒന്നെങ്കിൽ പനിയായിട്ട് അല്ലെങ്കിൽ ജലദോഷമൊക്കെ ആയിട്ട് ഒരുവിധം എല്ലാ മാസവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. എന്തോ ഈ ഭാഗ്യത്തിന് ഈ മാസം വലിയൊരു കുഴപ്പമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് പോയിട്ട് എടുക്കാമെന്ന് കരുതി. ബാഗും കുടയും വാക്സിനേഷൻ കാർഡും എല്ലാം ആയിട്ട് അവൻ ആദ്യം തന്നെ മുന്നിലിറങ്ങി. പിന്നെ ഇന്നെന്തോ ഭാഗ്യത്തിന് നല്ല മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു സമാധാനം. ചെറിയൊരു വെയിലൊക്കെയാണ്, വെയിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പൊന്നുണ്ണി അവൻ്റെ കുപ്പിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി, അതൊക്കെ കൺഫേം ചെയ്ത് ഞങ്ങൾ റെഡിയായി പോകാൻ. വിനൂപേട്ടൻ്റെ അച്ഛനുണ്ട്, അപ്പം അച്ഛൻ ബസ്സിൽ പോവാത്തതുകൊണ്ട് അച്ഛനുണ്ട് ഇന്ന് കൊണ്ടുപോകാൻ. പിന്നെ അച്ഛനും ചെറിയൊരു ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് മരുന്ന് മേടിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളൊപ്പം പോയി. വീഴല്ലേ? മാസ്ക് വെച്ച് നല്ല മിടുക്കനാണേ. മാസ്ക് ഒക്കെ വെച്ചിട്ട് മിടുക്കനാണേ. ചൂടുക്കുന്നുണ്ടോ? ഉണ്ടോ? മാസ്ക് ഊര്, മാസ്ക് ഊരിക്കോ. പൊന്നുവാണെങ്കിൽ വേറെ എവിടെയോ പോകുക എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുവാണ്. പാവം അവനറിയില്ലല്ലോ കുത്ത് കിട്ടാനാ പോകുന്നതെന്ന്. 2 ഇഞ്ചക്ഷനുണ്ട്, 2 തുള്ളി മരുന്നും. അതുകൊണ്ട് പൊന്നു നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഹെൽത്ത് സെൻ്റർ എത്തി. എന്തോ വലിയ തിരക്കൊന്നുമില്ല. പൊതുവെ നല്ല തിരക്കുണ്ടാവുന്നതാണ്. ഇന്ന് തിരക്കില്ലാന്ന് തോന്നുന്നു. സൂചി വെക്കുവേ കേട്ടോ, സൂചി വെക്കുവേ. സൂചി കുത്തുവേ. ഇല്ലേ? സൂചി കുത്തുമ്പം കരയുവോ? ഉറപ്പാ? സൂചിത്തെ കരയൂല? പാവിൻ്റെ കുട്ടിക്ക് അങ്ങനെ കുത്തെല്ലാം കിട്ടി. നല്ല കരച്ചിലായിരുന്നു. കാറിനുള്ളിൽ കയറിയപ്പോഴാണ് കുറച്ച് കരച്ചിലൊക്കെ മാറിയത്. പിന്നെ കുറച്ച് സമയം എണീറ്റ് നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്യണ വേദന കുറച്ച് കുറയല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ പിടിച്ചിരുത്തിയൊന്നുമില്ല. കുറച്ച് സമയം കളിയെല്ലാം കഴിഞ്ഞ് ആ സമയത്തുണ്ട് അച്ഛൻ മരുന്ന് മേടിക്കാനായിട്ട് പോയി. അച്ഛന് ഞാൻ പറഞ്ഞില്ലേ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ മരുന്ന് മേടിക്കാനായിട്ട് പോയി. വാക്സിൻ എടുത്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാറിനുള്ളിൽ വന്നത്. കാരണം എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടതുകൊണ്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കാറിനുള്ളിൽ കയറിയത്. പിന്നെ അവർ മോന് കൊടുക്കാനായിട്ട് അഥവാ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോന് കൊടുക്കാനായിട്ട് 2 പാരസിറ്റമോളിൻ്റെ ടാബ്ലറ്റും തന്നിട്ടുണ്ടായിരുന്നു, 6 മണിക്കൂർ കൂടുമ്പോൾ ഇടവിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. എന്താ വേണ്ട? കാലിന് വേനയുണ്ടോ? ഇല്ലേ? ആരെ കുത്തിയ? അനക്കയാ? വേറെ പെണ്ണുങ്ങളാ? അനാൻറ്റി അല്ല? പിന്നെ ആരെ കുത്തിയ? അല്ല. ഇവിടെ കുത്തട്ടെ. ഇപ്പോൾ എന്തായാലും വേദനയുള്ള പോലെയൊന്നും കാണുന്നില്ല. ചിലപ്പോൾ രാത്രിയൊക്കെ ആവുമായിരിക്കും വേദന തുടങ്ങണമെങ്കിൽ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ. ഓക്കേ.